അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ചെറുനാരങ്ങയാണ്. ഇത് ഞാനില്ലേ കുരുവെള്ളം കളഞ്ഞ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൊലിയോടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പീനിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ 2 എണ്ണം വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഒരു 6 ലീഫ് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്, പുതിന ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. കൂടെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനില്ലേ 2 കപ്പോളം വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം എനിക്ക് മധുരം കുറവ് മതി, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ചെറുനാരങ്ങൻ്റെ തൊലി അടിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തൊലി തീരെ അടിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ തൊലി ചേർത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങൻ്റെ ആ ഒരു നീര് മാത്രം അങ്ങനെ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. റമദാൻ്റെ ടൈമിലല്ലേ, ഇഫ്താറിൻ്റെ എല്ലാം ടൈം അധികം ആൾക്കാർക്കും നാരങ്ങ വെള്ളം ഇല്ലാണ്ട് കഴിയാത്ത ആൾക്കാരെല്ലാം ഉണ്ട്. എന്നാൽ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായ നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. ഞാനധികം മുഹമ്മദിന് വേണ്ടിക്ക് എൻ്റെ മോനിക്ക് വേണ്ടിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കലുണ്ട്. അപ്പം വിചാരിച്ചു ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാന്ന്. ഇതിപ്പം ട്രെൻഡിങ് തന്നെയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കണ്ടേരം ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ വീഡിയോ കൂടി എടുത്തിട്ട് നിൽക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊലി മൊത്തത്തിൽ അടിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ തൊലി അടിയൊന്നും പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തൊലി ചേർക്കാണ്ട് തന്നെ നാരങ്ങ വെള്ളം അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഐസ് ക്യൂബ്സും എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ചൂടല്ലല്ലേ വരാൻ പോകുന്നത്. ഈ ഒരു ചൂടിനും റമദാൻ്റെ ടൈമും നോമ്പിനെല്ലാം കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാരങ്ങൻ്റെ തൊലി അടിയാണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.